ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗുലാബ് ജാമുനാണ്. ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഡോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും പാക്കറ്റിലൊക്കെ. അതല്ലാതെ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പം ബ്രെഡ് വെച്ചാകുമ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല മധുരമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8 ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള ബ്രെഡാണ്. ഇത് വെച്ച് എനിക്ക് 7 ജാമുനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ ആ ഒരു ക്രംസ് പോലെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിന് കളർ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രംസ് വരുന്നത് നമുക്ക് അതും മാറ്റി വെക്കാം. നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഡിപ്പ് ചെയ്യുമല്ലോ ക്രംസിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ ഒരു പൊടിച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ ബൗളിനോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാല് നല്ല തണുത്ത പാലൊരിക്കലും എടുക്കരുത്. ഒന്നെങ്കിൽ ഇളം ചൂടുള്ള പാലെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാ പാലുണ്ടല്ലോ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ യൂസ് ചെയ്യാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് ഒന്ന് എല്ലായിടത്തും ആ പാലിൽ നിന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് എത്രത്തോളം നനവ് കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. സ്പൂൺ വെച്ചാൽ നമുക്കത് അറിയാൻ പറ്റില്ല. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ട പിടിച്ച് നോക്കാം. ഇതുപോലെ ഉണ്ടയാക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം മതി കേട്ടോ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്തോട്ടെല്ലാം എണ്ണ നന്നായിട്ട് കുടിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇത്രയും മതി. ഇതിനെ നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ അതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. 7 ബോളാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഇനി ഈ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ജാമുനുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ പുക വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറിയിട്ട് പോകും. ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അത് റെഡിയായി വരാൻ തുടങ്ങും. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ലൈറ്റ് ഗോൾഡല്ല, കുറച്ചധികം തന്നെ ഡാർക്ക് ഗോൾഡൻ വേണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതുവരെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള റെസിപ്പീസും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് മിഠായിത്തെരുവിൻ്റെ വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് കളർ ആയിക്കോട്ടെ, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു കളറിൽ കിട്ടുള്ളൂ. പിന്നെ ഉള്ളൊക്കെ ഒന്ന് കുക്കായി വരികയും വേണം. ഇപ്പോൾ ഇത് നമ്മുടെ ജാമുനെല്ലാം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.25-1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഇനി 2-3 ഏലക്ക ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. വലുതൊക്കെ ആണെങ്കിൽ 2-3 മതി. ഒരല്പം നാരങ്ങയുടെ നീരുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. കുരുപെടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിള വരട്ടെ. ഇത് നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം ഒന്നും കൂടി ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അതിന് ശേഷമാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടുള്ളൂ. നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചസാര പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് 3 മിനിറ്റും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിലുള്ളത് കിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കൈവച്ച് തൊട്ട് നോക്കിയിട്ട് ഒരു നൂൽപ്പരുവം വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൈയൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ചൂടാകുന്ന സമയത്ത് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്.
ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജാമുൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ജാമുൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ചധികം നേരം വെച്ചിരുന്നാലാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ആ ഒരു പഞ്ചസാരയുടെ ഇതൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി ചെന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഇതുവരെയും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.